നിതിൻ മുകളിലേക്ക് പോയ ശേഷം ഹാളിൽ അവൻ കാണിച്ചു വച്ച പരാക്രമങ്ങളുടെ അവശിഷ്ടങ്ങൾ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു സുജ. അപ്പോഴും പെട്ടെന്നുണ്ടായ അവൻ്റെ ആ മാറ്റത്തിൻ്റെ കാരണമറിയാതെ അവരിലെ അമ്മമനം തേങ്ങുകയായിരുന്നു. അതിൻ്റെ ബാക്കി പത്രമെന്നവണ്ണം അവരുടെ മിഴികൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു. അപ്പോഴാണ് വിശ്വനാഥൻ്റെ കാർ അങ്ങോട്ട് വന്നത്. വിശ്വട്ടാ. ഹാളിൻ്റെ അവസ്ഥയും ഭാര്യയുടെ കണ്ണിലെ നീർത്തിളവും കണ്ടെങ്കിലും അതിൻ്റെ കാരണം വ്യക്തമായിട്ട് അറിയാവുന്നത് തന്നെ അതൊന്നും മൈൻഡ് ചെയ്യാതെ മുകളിലേക്ക് കയറിപ്പോകാൻ തുടങ്ങിയ അയാളെ കണ്ട് സുജ പതിയെ വിളിച്ചു. എന്താടി? വീട്ടിലോട്ട് കയറി വന്നാൽ അപ്പോൾ തുടങ്ങും വിച്ചേട്ടാ വിച്ചേട്ടാന്നും പറഞ്ഞു. നിന്റെ ഈ വിളി പോയിട്ട് എരണം കെട്ട ഈ മോന്ത പോലും എനിക്ക് കണ്ണിന് കണ്ടുകൂടെന്ന് അറിഞ്ഞുകൂടേടി നിനക്ക്? പിന്നെയും എന്തിനാ എന്നെ കാണുമ്പോൾ ഇങ്ങനെ മുന്നിലേക്ക് കെട്ടിയെടുക്കുന്നത് എന്തിനാടി? അയാൾ വെറുപ്പോടെ ചോദിച്ചതും ആ സ്ത്രീയുടെ കണ്ണുകൾ പൊട്ടിയൊഴുകി. അല്ലെങ്കിലും സ്വന്തം ഭർത്താവിൽ നിന്നും ഇത്രമേൽ വലിയൊരു അപമാനം ഏതൊരു സ്ത്രീക്കാണ് സഹിക്കാൻ കഴിയുന്നത്? എന്നു മുതലാ വിശേട്ടാ നിങ്ങൾക്കെൻ്റെ മുഖം പോലും വെറുപ്പായി തുടങ്ങിയത്? നിങ്ങളുടെ 2 കുഞ്ഞുങ്ങളെ പ്രസവിച്ചതിന് ശേഷമോ? ഹാ, 2 കുഞ്ഞുങ്ങളോ? ഏത് വകയിലാടി എനിക്ക് 2 കുഞ്ഞുങ്ങളെ നീ തന്നത്? എനിക്കൊരു കുഞ്ഞേയുള്ളൂ, എൻ്റെ മോൻ നിധി. അല്ലാതെ എൻ്റെ മേൽവിലാസത്തിൽ ഒരെണ്ണത്തിന് നീ പെറ്റുപോറ്റിയെന്നും പറഞ്ഞ് കണ്ടവൻ്റെ എച്ചിൽ എൻ്റെ തലയിൽ കെട്ടിവയ്ക്കാൻ വന്നാലുണ്ടല്ലോ ചവിട്ടി നിന്റെ. കേട്ടോടി? സഖി കെട്ടതുപോലെ ചോദിച്ചവളുടെ കരണം പുകച്ചൊരെണ്ണം കൊടുത്തുകൊണ്ടായിരുന്നു വിശ്വനാഥൻ മറുപടി പറഞ്ഞത്. നിങ്ങളൊരു മനുഷ്യനാണോ വിശ്വട്ടാ? സ്വന്തം കുഞ്ഞിൻ്റെ പ്രതിത്വം പോലും നിഷേധിക്കുന്ന നിങ്ങളെ. നിർത്തടി. നിന്നോട് ഞാൻ പറഞ്ഞു എനിക്ക് സ്വന്തമായി ഒരു മോനേ ഉള്ളെന്ന്. അല്ലാതെ നീ എവിടുന്നോ വ്യഭിചരിച്ചു കൊണ്ടുവന്ന വിത്തിനെയൊക്കെ സ്വന്തമായി കരുതാനുള്ള വിശാല മനസ്സൊന്നും ഈ വിശ്വനാഥനില്ലടി മോളെ. മതി വിശ്വട്ടാ, ഇപ്പം തന്നെ ഒരുപാടായി. ഈ താലി നിങ്ങളെൻ്റെ കഴുത്തിൽ കെട്ടിയിട്ട് കൃത്യം 1 മാസം കഴിഞ്ഞപ്പോൾ മുതൽ നിങ്ങളുടെ നാവിൽ നിന്ന് ഞാൻ കേട്ടു തുടങ്ങിയതാ ഈ പേരും. ഇനിയും ഇതിങ്ങനെ കേൾക്കാൻ വയ്യെനിക്ക്. ഞാൻ അറിഞ്ഞിട്ടും പിന്നെയും നിങ്ങളെന്നെ ഒപ്പം നിർത്തിയത് എന്തിനായിരുന്നു? നിങ്ങളുടെ കുഞ്ഞിനെ എൻ്റെ വയറ്റിൽ ജനിപ്പിച്ചതെന്തായിരുന്നു? സ്വന്തം സ്ത്രീത്വത്തിന് വരെ മുറിവേറ്റതിൻ്റെ ആഘാതത്തിൽ സുജ ഒരു അലർച്ച പോലെ ചോദിച്ചു. അത് കേട്ട് അയാൾ പതിയെ ചിരിച്ചു. നിന്റെ ഈ ചോദ്യം കൊള്ളാമടി സുജേ. ഇത് നീ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ എന്നോട് ചോദിക്കേണ്ടതായിരുന്നു. പക്ഷേ നീ ഇത് ചോദിക്കാൻ ഇത്രയും കാലമെടുത്തു. ആ, അതൊക്കെ പോട്ടെ. എന്തായാലും ചോദിച്ച സ്ഥിതിക്ക് നിനക്കുള്ള മറുപടി ഞാൻ തരാം. നീ ഒരുത്തനെ പ്രേമിച്ച കഥ നീ തുറന്നു പറഞ്ഞിട്ടും നിന്റെ കഴുത്തിൽ താലി കെട്ടാൻ എന്നെ പ്രേരിപ്പിച്ചത് ഒന്നു മാത്രമാണ്. നിന്റെ തന്ത പ്രഭാകരൻ നമ്പ്യാരുടെ കണക്കറ്റ സ്വത്തുക്കൾ. അതിനൊപ്പം തന്നെ നിനക്ക് അവനോടുള്ളത് വെറുമൊരു പ്രേമമല്ലേ? അതൊക്കെ കല്യാണത്തോടെ അവസാനിച്ചോളും എന്നൊരു മൂഢധാരണയും കൂടെ എന്നിലുണ്ടായിപ്പോയി. പക്ഷേ കല്യാണം കഴിഞ്ഞ് പിറ്റേ മാസം നിന്റെ വയറ്റിൽ ഒരു വിഷവിത്ത് ഊറിക്കൂടിയിട്ടുണ്ടെന്നറിഞ്ഞപ്പോഴാ ആ ബന്ധം ഞാൻ കരുതിയതുപോലെ നിസ്സാരമല്ലെന്ന് ഞാൻ തിരിച്ചറിഞ്ഞത്. അന്ന് ഞാൻ വല്ലാതെ തകർന്നുപോയി. നിന്നെ ഉപേക്ഷിച്ച് കളഞ്ഞാലോ എന്ന് പോലും ചിന്തിച്ചു. പക്ഷേ പിന്നീട് ആലോചിച്ചപ്പോൾ എന്തായാലും എൻ്റെ ജീവിതം നായ നക്കി. ഇനി കെട്ടിയ പെണ്ണിൻ്റെ വയറ്റിൽ കണ്ടവൻ്റെ സന്തതി വളരുന്നു എന്ന സത്യം കൂടി നാട്ടുകാരെ അറിയിച്ച് സ്വയം അപമാനിതനാകാൻ എനിക്ക് തോന്നിയില്ല. മാത്രമല്ല നിന്റെ പേരിലുള്ളതെങ്കിലും ഞാൻ സ്വന്തം പോലെ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന സ്വത്തുക്കളും കൈവിട്ട് കളയാൻ എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് തന്നെ നീ എന്ന വിഴുപ്പ് പാണ്ഡം ചുമക്കാൻ ഞാൻ തന്നെ തീരുമാനിച്ചു. നിന്റെ വയറ്റിലുള്ള ജന്തുവിനെ തൊഴിച്ചു കലക്കണം എന്നൊക്കെ ആദ്യം കരുതിയെങ്കിലും അതൊക്കെ ചിലപ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ മറ്റുള്ളവർക്കിടയിലേക്ക് വലിച്ചിഴക്കപ്പെടുമെന്നുള്ളത് തോന്നിയത് കൊണ്ട് മാത്രം ഞാനതിൽ നിന്ന് പിന്തിരിഞ്ഞു. അങ്ങനെ നീ പ്രസവിച്ചു. നിന്റെ മുന്നിലൊഴികെ മറ്റെല്ലാവർക്കും മുന്നിലും നീ ജന്മം കൊടുത്തത് എൻ്റെ ചോരയ്ക്കാണെന്ന് അംഗീകരിച്ചുകൊണ്ട് തന്നെ ഞാൻ തകർത്ത് അഭിനയിച്ചു. ഒപ്പം തന്നെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അംഗീകരിക്കില്ലെന്ന തീരുമാനമെടുത്തെങ്കിൽ പോലും നാളുകൾ കടന്നു പോകുന്നതിനിടയിൽ നിന്നെപ്പോലൊരു പെണ്ണിനെ മുന്നിൽ എന്നിലെ പുരുഷനെ പിടിച്ചു നിർത്താൻ പറ്റിയില്ല. അങ്ങനെ വീണ്ടും നിന്നെ ഞാൻ തൊട്ടു. പിന്നീടൊരു വാശിയായിരുന്നു. വേറെ ഏതോ ഒരുത്തന് കൂടി നീ കാഴ്ചവെച്ച ഈ ശരീരം ചവച്ചു തുപ്പാനൊരു വല്ലാത്തൊരു വെറിയായിരുന്നു. അതിനിടയിൽ എപ്പോഴോ നിന്റെ വയറ്റിൽ എൻ്റെ മോൻ ജന്മമെടുത്തു. അതിനപ്പുറം ദിവ്യപ്രേമമൊന്നും നിന്നോടെനിക്കില്ലടി. അയാളൊരു പൊട്ടിച്ചിരിയോടെ പറഞ്ഞതും ഒരു മനുഷ്യജീവിക്ക് ഇതിൽ കൂടുതൽ തകരാൻ കഴിയില്ല എന്ന അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു സുജ. അവരുടെ കണ്ണുകൾ ധാരധാരയായി ഒഴുകിക്കൊണ്ടിരുന്നു. എന്തിനാടി ചൂലേ ഇങ്ങനെ നിന്ന് മോങ്ങുന്നത്? നിന്റെ മറ്റവൻ ചത്തോ? ഇത്രയുമൊക്കെ വെറുപ്പ് നിങ്ങൾക്ക് എന്നോടുണ്ടാകുമെന്നോ? ഇത്രയൊക്കെ കണക്കുകൂട്ടലുകൾ നടത്തിയിട്ടാ നിങ്ങളെന്നെ ഭാര്യാവേഷം കെട്ടിച്ചിവിടെ നിർത്തിയിരിക്കുന്നതെന്നോ ഞാൻ അറിഞ്ഞില്ല വിശ്വേട്ടാ. ഇത്ര നാളും എൻ്റെ മോൾ ജാരസന്തതിയാണെന്നൊക്കെ നിങ്ങൾ പറഞ്ഞത് കേട്ടപ്പോഴും അവളോട് നിങ്ങളതൊന്നും കാണിക്കാത്തത് കൊണ്ട് ഞാൻ കരുതിയിരുന്നത് അതെന്നോടുള്ള ഒരു സംശയം കൊണ്ട് മാത്രമാണെന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ പൂർത്തിയാക്കാൻ കഴിയാതെ അവർ ഏങ്ങിക്കരഞ്ഞു. അപ്പോഴും വിശ്വനാഥിൻ്റെ ചുണ്ടുകളിൽ ഒരു പുച്ഛച്ചിരിയായിരുന്നു. ഒന്നുകൂടി എനിക്കറിയണം. ഇന്നലെ വരെ എൻ്റെ പിന്നാലെ കൊഞ്ചിക്കൊണ്ട് നടന്ന എൻ്റെ മോൻ
ഇന്നെന്നെ വല്ലാത്ത വെറുപ്പോടെയാ നോക്കിയത്, സംസാരിച്ചത്. അതിൻ്റെ കാരണമെന്താ? അതിനൊറ്റ കാരണമേ ഉള്ളടി. നീ എന്ന അമ്മയുടെ പുഴുത്തളിഞ്ഞ പിന്നാമ്പുറ കഥകളെല്ലാം എൻ്റെ മോൻ അറിഞ്ഞടി. എൻ്റെ ഭാര്യാവേഷം കെട്ടി നീ ഇങ്ങോട്ട് കെട്ടിയെടുത്തത് അവൻ ഇത്രയും കാലം കൂടെ പിറപ്പെന്ന് കരുതിയ നിന്റെ പിഴച്ചുണ്ടായ വിത്തിനെയും കൊണ്ടാണെന്ന സത്യം ഞാൻ തന്നെയാ അവനോട് പറഞ്ഞത്. അവളെ ഉപയോഗിച്ച് ഞാൻ പ്ലാൻ ചെയ്തേക്കുന്ന എല്ലാ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയ്ക്കിടയിൽ കൂടപ്പിറപ്പെന്ന സിമ്പതി തോന്നി അവൻ അവളെ ചേർത്ത് പിടിക്കാതിരിക്കാൻ. അതിന് അവൻ സത്യങ്ങൾ അറിയണം. നിതാര എൻ്റെ മകളോ അവൻ്റെ സഹോദരിയോ അല്ലെന്ന സത്യം. അയാൾ പറഞ്ഞതൊക്കെ ഒരുതരം മരവിച്ച അവസ്ഥയിലായിരുന്നു സുജ കേട്ടു നിന്നത്. ഇത്രനാളും ഒപ്പം ജീവിച്ച ഈ മനുഷ്യൻ്റെ ഉള്ളിൽ തന്നോടും തൻ്റെ കുഞ്ഞിനോടും ഇത്രയേറെ വെറുപ്പുണ്ടായിരുന്നു എന്നവർക്ക് വിശ്വസിക്കാനേ കഴിഞ്ഞില്ല. എന്താടി, ഇത്രയും കേട്ടപ്പോൾ തന്നെ നീ തളർന്നു പോയോ? എങ്കിൽ കേട്ടോ, തീർന്നിട്ടില്ല എൻ്റെ പക. ഞാൻ പറഞ്ഞ എൻ്റെ ലക്ഷ്യം എന്താണെന്ന് അറിയണ്ടേ നിനക്ക്? അയാൾ വന്യമായൊരു പുഞ്ചിരിയോടെ ചോദിച്ചെങ്കിലും ഒന്ന് ശ്വസിക്കാൻ പോലും മറന്നെന്ന മട്ടിൽ നിൽക്കുകയായിരുന്ന സുജയ്ക്ക് ഒരക്ഷരം പോലും മറുപടി നൽകാനുണ്ടായിരുന്നില്ല. അവരൊരു ശില പോലെ അയാളെ തന്നെ നോക്കി നിന്നു. എനിക്കിനി ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളടി. എൻ്റെ സ്ഥാപനത്തിൽ കയറി വന്ന് എൻ്റെ മേൽ കൈവച്ച ഞാൻ കൊടുക്കാനുള്ള പണം, അവളെ ഇതുവരെ വളർത്തിയതിനുള്ള കൂലി എന്നും പറഞ്ഞ് ഒരു പിച്ച പോലെ എനിക്ക് വലിച്ചെറിഞ്ഞു തന്ന കശ്യപ് മഹാദേവന്റെ പതനം. അതെങ്ങനെയാണെന്ന് നിനക്കറിയോ? അവൻ്റെ പ്രാണനായവളിലൂടെ തന്നെ അവനെ ഞാൻ തകർത്തെറിയും. അയാൾ അവസാനം പറഞ്ഞതിൻ്റെ പൊരുളറിയാതെ സുജയ മുഖത്തേക്ക് തുറിച്ചു നോക്കി. എന്താടി ഇങ്ങനെ നോക്കുന്നത്? നിനക്ക് പിടികിട്ടിയില്ലയോ? അതേടി, ഞാൻ പറഞ്ഞ അവൻ്റെ പ്രാണനില്ലേ, അത് നിന്റെ മോള് തന്നെയാ. അന്നെൻ്റെ ഓഫീസിൽ കയറി വന്ന് എൻ്റെ ഇടനെഞ്ചിൽ ചവിട്ടി നിന്ന് അവൾ എൻ്റെ പെണ്ണാണെന്ന് പറഞ്ഞവൻ്റെ കണ്ണിൽ ഞാൻ കണ്ടതാ നിന്റെ പുന്നാര മോളോടുള്ള സ്നേഹം. ഒന്നുകിൽ മുമ്പേ അവൻ അവളെ ഇഷ്ടമായിരുന്നു. ഒരവസരം കിട്ടിയപ്പോൾ അവൻ ചാടിക്കയറി അവളെ അങ്ങ് കെട്ടി. അല്ലെങ്കിൽ ഒരു ദിവസം മുഴുവൻ അവളുടെ കൂടെ കിടന്നപ്പോൾ അവൻ അവളോട് ദിവ്യപ്രേമം ഉടലെടുത്തു. സ്വന്തം മകളെക്കുറിച്ച് ജനിപ്പിച്ച അച്ഛൻ്റെ നാവിൽ നിന്ന് വന്ന വാക്കുകൾ കേട്ട് നിൽക്കെ ഉടലിലൂടെ പുഴുവരിക്കും പോലെയായിരുന്നു സുജയ്ക്ക് തോന്നിയത്. അവർ മുഖത്തൊരു വശത്തേക്ക് വെട്ടിച്ച് കണ്ണുകൾ ഇറുക്കി അടച്ചു. ആ, എന്തുവായാലും ഒന്നുറപ്പാ, ഇന്ന് അവൻ്റെ പ്രാണനിരിക്കുന്നത് നിന്റെ മോളിലാ. അപ്പോൾ അവളെക്കൊണ്ട് തന്നെ ഞാൻ ആ പ്രാണനെ പറിച്ചെടുത്തിരിക്കും. ക്രൂരമായി ചിരിച്ചുകൊണ്ട് പറയുന്ന സ്വന്തം ഭർത്താവിൻ്റെ വാക്കുകൾ സുജയെ ഒരു മുഴുപ്രാന്തിയാക്കിയിരുന്നു. അപ്പോഴേക്കും സർവ്വ നിയന്ത്രണങ്ങളും നഷ്ടപ്പെട്ടതുപോലെ അവർ ഓടിച്ചെന്ന് അയാളുടെ കോളറിൽ കുത്തിപ്പിടിച്ചു. ദുഷ്ട, എങ്ങനെ തോന്നി നിങ്ങൾക്കിതൊക്കെ ചെയ്യാൻ? എൻ്റെ 2 കുഞ്ഞുങ്ങളെയും കൊല്ലിക്കാനല്ലേ താൻ ഇതൊക്കെ ചെയ്യുന്നത്? എൻ്റെ മോൾ, ഇതുവരെ അവൾ തൻ്റെ രക്തത്തിൽ പിറന്നതാണെന്ന് വാദിക്കാനും തന്നെ വിശ്വസിപ്പിക്കാനുമുള്ള നെട്ടോട്ടത്തിലായിരുന്നു ഞാൻ. പക്ഷേ ഇനി അതിന് ഞാൻ വരില്ല. തൻ്റെ ചോരയെന്ന മേൽവിലാസം അവൾക്കിനി വേണ്ട. അവളുടെ കഴുത്തിൽ താലി കെട്ടിയവൻ പറഞ്ഞതാണ് ശരി. അവൾക്കിനി കശ്യപ് മഹാദേവിൻ്റെ ഭാര്യയെന്ന മേൽവിലാസം മാത്രം മതി. പക്ഷേ ഒന്ന് താൻ ഓർത്തോ, അവൾക്ക് ജന്മം കൊടുത്തത് താൻ എന്ന മനുഷ്യമൃഗം തന്നെയാണ്. പക്ഷേ അത് താൻ തിരിച്ചറിയുമ്പോഴേക്കും ഈ പറഞ്ഞതിനും ചെയ്തു കൂട്ടിയതിനുമൊക്കെ താൻ ചങ്ക് പൊട്ടിക്കരയും. പക്ഷേ അന്നിതൊന്നും തിരുത്താൻ കഴിയാതെ താൻ ഒരുപാട് വൈകിപ്പോയിരിക്കും. ഒടുവിൽ ചങ്ക് പൊട്ടിക്കരയാനല്ലാതെ ഒന്നിനും സാധിക്കാതെ താൻ ഭ്രാന്തെടുത്തോടും. പക്ഷേ അന്നും എൻ്റെ മോൾക്ക് കാവലായി അവനുണ്ടാകും. താനിപ്പോൾ എൻ്റെ മോളെ വെച്ച് തകർക്കാൻ നടക്കുന്ന കശ്യപ് മഹാദേവ്. മകളെന്ന അവകാശത്തിൽ എൻ്റെ മോൾക്കരികിലേക്ക് ഓടിച്ചെല്ലാൻ താൻ ആത്മാർത്ഥമായി അന്ന് ആഗ്രഹിക്കും. പക്ഷേ അവളുടെ നിഴൽവട്ടത്ത് ചെല്ലാൻ പോലും അവൻ തന്നെ സമ്മതിക്കില്ല. ഓർത്തു വെച്ചോ താൻ. പറഞ്ഞതും പൊട്ടിക്കരഞ്ഞുകൊണ്ട് സുജ അകത്തേക്ക് ഓടി. പവി, എടാ പവി. ഡോർ മുട്ടിക്കൊണ്ടുള്ള ഉത്തരയുടെ വിളി കേട്ടുകൊണ്ടായിരുന്നു ഉറക്കത്തിലായിരുന്ന പവി കണ്ണു തുറന്നത്. ആ, ദാ വരുന്നമ്മേ. ബെഡിൽ കിടന്ന ഫോണെടുത്ത് സമയം നോക്കിയിട്ട് അവൻ വിളിച്ചു പറഞ്ഞു. പിന്നെ ബോഡിയൊന്ന് സ്ട്രെച്ച് ചെയ്തുകൊണ്ട് എണീറ്റ് ചെന്ന് ഡോർ തുറന്നു. നീ ഇന്നലെ എപ്പോൾ വന്നു? ഒരു 11 മണിയായി കാണും. നിന്റെ പൊന്നനിയനെ വിളിച്ചിരുന്നോ? ആ, ഞാൻ എയർപോർട്ടിൽ നിന്ന് നേരെ അവൻ്റെ ഫ്ലാറ്റിലോട്ടാണ് പോയത്. പവി അലസമായി മറുപടി പറഞ്ഞു. ആ, അതുകൊണ്ട് നിനക്ക് സന്ദർശന ഭാഗ്യം കിട്ടിയല്ലേ. ഞാനും ഇനി അവൻ്റെ അരമനയിലോട്ട് ചെല്ലാമെന്ന് നേരിൽ കാണാം. ഉത്തര പറഞ്ഞതും പവിയൊന്നും ഞെട്ടി. പൊടുന്നനെ നിതയുടെ മുഖം അവൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തി. എൻ്റെ ദൈവമേ, അമ്മ ഇനി അങ്ങോട്ട് കയറി ചെന്ന് നിതയെ കൂടെ കണ്ടാൽ പിന്നെ പൂർത്തിയായി, അവൻ മനസ്സിലോർത്തു. ഓ, അമ്മ ഇനി അങ്ങോട്ട് പോയിട്ട് വേണേ അവനെ കാണാൻ. വേറെ വഴിയില്ലല്ലോ. എൻ്റെ ഇളയ പുത്രനെയൊന്ന് കാണാൻ. അവന് കാണാനോ മിണ്ടാനോ ഒന്നും താല്പര്യമില്ലെങ്കിലും എനിക്കെങ്ങനെ കരുതുവാൻ പറ്റുമോ? ഒറ്റ വയറായി പോയില്ലേ? ഉത്തരയുടെ കണ്ണുകൾ കവിഞ്ഞൊഴുകി. അത് മറയ്ക്കാനെന്ന വണ്ണം അവർ മുഖം തിരിച്ചെങ്കിലും പവിയ കയ്യിൽ പിടിച്ചിരുന്നു. ഇതെന്തോ അമ്മേ, ഒരുമാതിരി സീരിയൽ അമ്മമാരെ പോലെ കണ്ണുനീരൊക്കെ. അവൻ അമ്മയോട് പിണക്കമൊന്നുമില്ലെന്ന് അമ്മയ്ക്ക് തന്നെ അറിയാമല്ലോ. പിന്നെയുള്ളത് മറ്റു പലരോടുമല്ലേ.
എന്തുകൊണ്ടും അവസാന വാക്കുകൾ പറയുമ്പോൾ പവിയുടെ മുഖം വല്ലാതെ വിളറിപ്പോയിരുന്നു. ആരാടാ ഈ മറ്റുള്ളവർ? നിന്റെ അച്ഛനാണോ? ഉത്തരയുടെ സ്വരം കോർത്തു. അതമ്മയ്ക്ക് അറിയാലോ, പിന്നെന്തിനാ ഈ ചോദ്യം? പവി, നിനക്കെങ്കിലും ഇതൊക്കെ ഒന്ന് അവസാനിപ്പിച്ചുകൂടെ? അതൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ സംഭവിച്ചു പോയ കാര്യങ്ങളാ. അതിന്റെ പേരും പറഞ്ഞ് സ്വന്തമായി എണീറ്റിരിക്കാൻ പോലും ശേഷിയില്ലാത്ത ആ മനുഷ്യനോട് പകപോക്കൽ വേണോ മോനെ? അല്ലെങ്കിൽ തന്നെ ഒരച്ഛനെന്ന നിലയിൽ നിങ്ങളോട് ആ മനുഷ്യൻ 100% നീതി പുലർത്തിയിട്ടുണ്ട്. പരാജയപ്പെട്ടു പോയത് നിങ്ങളുടെ അമ്മയല്ലേ? ആ ഞാൻ പോലും അദ്ദേഹത്തോട് ക്ഷമിച്ചു. പിന്നെയും എൻ്റെ മക്കൾക്കെന്തിനാ ഈ വാശി? ഉത്തരയുടെ വാക്കുകൾ പോലും വേദന അലിഞ്ഞിരുന്നു. തന്നെ നോക്കാതെ നിന്ന് സംസാരിക്കുന്ന അമ്മയുടെ മുഖത്തേക്ക് നോക്കി നിൽക്കുമ്പോൾ പവിക്കൊന്ന് പൊട്ടിച്ചിരിക്കാൻ പോലും തോന്നിപ്പോയിരുന്നു. ഈ പറഞ്ഞതെന്റെ കണ്ണിൽ നോക്കിയെന്ന് പറയാൻ കഴിയുമോ എൻ്റെ അമ്മയ്ക്ക്? പെടുന്നനെയുള്ള അവന്റെ ചോദ്യം കേട്ടതും ഉത്തര പിടച്ചിലോടെ അവന്റെ മുഖത്തേക്ക് നോക്കി. പവി, പറ്റില്ലല്ലേ? അമ്മ പറയാതെ തന്നെ ഞങ്ങൾക്കറിയാം ഈ മനസ്സ്. അച്ഛനോട് ക്ഷമിക്കാൻ അമ്മയ്ക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ പൂജാമുറിയിൽ ചെപ്പിലിരിക്കുന്ന ആ താലിമാല അവിടെയായിരുന്നില്ല ഉണ്ടാവേണ്ടിയിരുന്നത്. അത് എൻ്റെ അമ്മയുടെ കരുത്തിലായിരുന്നു. അതവിടെ ഇരിക്കുന്നിടത്തോളം കാലം എത്രയൊക്കെ അഭിനയിച്ച് ഫലിപ്പിക്കാൻ ശ്രമിച്ചാലും സത്യത്തിന് മുന്നിൽ അമ്മ പരാജയപ്പെട്ടു പോകും. അവന്റെ വാക്കുകൾക്ക് മുന്നിൽ മൊഴിമുട്ടി നിൽക്കുമ്പോൾ ഉത്തരയിൽ നിന്നും 2 നുള്ളി കണ്ണുനീർ പിടിവിട്ട് നിലത്തേക്ക് വീണു. നീ ഒന്ന് റെഡിയാവോ? എന്നെ ഒന്ന് ഡ്രോപ്പ് ചെയ്യണം. കൂടുതൽ സംസാരത്തിനിട കൊടുക്കാതെ പറഞ്ഞിട്ട് അവർ വേഗം താഴേക്ക് പോയി. ശിരസ് കുനിച്ച് തിരികെ നടക്കുന്ന അമ്മയെ നോക്കി ഒരു നിമിഷം അങ്ങനെ തന്നെ നിന്നിട്ട് പവിയൊന്ന് ആഞ്ഞ് ശ്വാസം വിട്ടിട്ട് റൂമിലേക്ക് കയറി ഡോറടച്ചു. ഉത്തര നേരെ പൂജാമുറിയിലേക്കായിരുന്നു പോയത്. തുളസിമാല ചാർത്തി നിൽക്കുന്ന കൃഷ്ണന്റെ ഓട്ടു വിഗ്രഹത്തിന്റെ മുഖത്ത് നിന്നും അവരുടെ നിറമിഴികൾ ആ തിരുമുന്നിലെ മഞ്ചാടി നിറച്ച കുഞ്ഞുരുളിലേക്ക് നീണ്ടു. മഞ്ചാടിക്കുരുകൾക്ക് മേലെ വച്ചിരുന്ന കട്ടിയുള്ള ചെയിനും അതിന്റെ അഗ്രഹത്തെ ആലിലത്താലിയും നോക്കി നിൽക്കെ അവരുടെ ഹൃദയമൊന്ന് പിടഞ്ഞു. അത്രമേൽ ആഗ്രഹിച്ച് ഹൃദയത്തോട് ചേർത്തണിഞ്ഞിരുന്ന ഒന്നായിരുന്നു ഒരിക്കല ഇത്തിരി ലോകം. എന്നാലിന്ന് അത് കാണുമ്പോൾ തന്നെ ഹൃദയം വിങ്ങിപ്പോവുക. നഷ്ടങ്ങളെ ഓർമ്മപ്പെടുത്തി സ്വയം മുറപ്പെടുത്താൻ മാത്രമായി താൻ സൂക്ഷിക്കുന്ന ഒരു വസ്തുവായി അത് മാറിയിരിക്കുന്നു. പവി പറഞ്ഞത് തന്നെയാണ് ശരി. മഹാദേവൻ എന്ന ഭർത്താവിനോട് ക്ഷമിക്കാൻ, അയാൾക്ക് മാപ്പ് കൊടുക്കാൻ ഉത്തരയെന്ന ഭാര്യയ്ക്ക് ഒരിക്കലും സാധിക്കില്ല. മനസ്സിൽ മന്ത്രിച്ചുകൊണ്ട് ആ താലിയിലേക്ക് ഒന്നുകൂടി നോക്കിയിട്ട് അവർ പുറത്തേക്കിറങ്ങി. സാർ എണീറ്റോ മഹേഷേ? താഴെ തന്നെയുള്ള മറ്റൊരു മുറിയിലേക്ക് ചെല്ലുമ്പോൾ പുറത്തേക്ക് വന്ന ചെറുപ്പക്കാരനെ കണ്ട് ഉത്തര പുഞ്ചിരിയോടെ ചോദിച്ചു. ആ, എണീറ്റു മാഡം. ഞാനിപ്പോൾ ഫുഡ് കൊണ്ടുവരാം പറഞ്ഞിട്ട് അവർ അടുക്കളയിലേക്ക് പോയി. അധികം വൈകാതെ തന്നെ ഒരു ബോളിൽ ഓട്സ് കാച്ചിയതുമായിട്ട് മുറിയിലേക്ക് വന്നു. ബെഡിൽ കണ്ണുകൾ അടച്ച് കിടക്കുകയായിരുന്ന മനുഷ്യനെ നോക്കി ദീർഘമായൊന്ന് നിശ്വസിച്ചിട്ട് ബെഡിനരികിലേക്ക് കസേര നീക്കിയിട്ടിരുന്നു. മഹേഷെ, ഒന്ന് നിവർത്തിയിരുത്തിക്കേ, കഴിച്ചിട്ട് കിടക്കാം. ആദ്യം മഹേഷിനോടും പിന്നീട് കണ്ണു തുറന്ന് തന്നെ നോക്കിക്കിടക്കുന്ന മഹാദേവനുമായി അവർ പറഞ്ഞു. പെട്ടെന്ന് ആ ചെറുപ്പക്കാരൻ ഓടി വന്ന അയാളെ താങ്ങി പിടിച്ച് കട്ടിലിന്റെ ഹെഡ്രസ്റ്റിലേക്ക് ചാരിയിരുത്തി. ദാ കഴിക്ക്. ആ മുഖത്തേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കാതെ സ്പൂണിൽ കോരിയ ഭക്ഷണം അവരയാൾക്ക് നീട്ടി. മറ്റൊന്നും ചെയ്യാനില്ലാത്ത നിസ്സഹായാവസ്ഥയിൽ നിന്ന പോലെ നിറഞ്ഞ കണ്ണുകളെ മറച്ചു വെച്ചുകൊണ്ട് തന്നെ അയാൾ വായ തുറന്നു. ഉത്തരേ. ഏറെ നേരത്തെ മൗനത്തിനൊടുവിൽ അയാൾ പതിയെ വിളിച്ചു. വിളി കേട്ടില്ലെങ്കിൽ പോലും അവർ പതിയെ മിഴികളെ ഉയർത്തി ആ മുഖത്തേക്ക് നോക്കി. കാശി, അവൻ വരാറില്ലേ ഇങ്ങോട്ട്? ഇല്ല, കാട്ടിൽ തന്നെയാണ് താമസം. വീട്ടിലേക്ക് വന്നാൽ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത പലതും അവനെ ഭ്രാന്ത് പിടിപ്പിക്കുമെന്ന് പറയും. പിന്നെ തകർന്നുടഞ്ഞതിനെയൊക്കെ ഒട്ടിച്ചു ചേർക്കാൻ ബുദ്ധിമുട്ടാണെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ ഞാൻ നിർബന്ധിക്കാറുമില്ല. അയാളുടെ ചോദ്യം കേട്ടപ്പോൾ ഒരുതരം പുച്ഛമായിരുന്നു തോന്നിയതെങ്കിലും അതൊന്നും പുറമേ കാണിക്കാതെ അവർ മറുപടി നൽകി. അത് കേൾക്കെ മഹാദേവന്റെ മുഖം കുനിഞ്ഞു പോയിരുന്നു. പപ്പി വല്ലപ്പോഴും ഈ വാതുക്കൽ വരെ വന്നൊന്ന് എത്തി നോക്കി പോവും. അതുകൊണ്ട് അങ്ങനെയെങ്കിലും അവനെ ഒന്ന് കാണാം. പക്ഷേ കാശി, അവനെ ഒന്ന് കാണാൻ? അയാളുടെ സ്വരമിടറിപ്പോയി. ആ വേദന തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിലും ഒരു വാക്കുകൊണ്ട് പോലും അയാൾക്ക് ആശ്വാസമേകാൻ ഉത്തരയെന്ന സ്ത്രീക്ക് സാധിക്കുമായിരുന്നില്ല. അവർ നിസ്സംഗഭാവത്തിൽ അയാളെ നോക്കിയിരുന്നു. നിങ്ങൾ വിശ്വസിക്കുമോ എന്നറിയില്ല, പക്ഷേ ഞാനായി അവരെ രണ്ടാളെയും ഒന്നിൽ നിന്നും വിലക്കിയിട്ടില്ല. നമുക്കിടയിൽ ക്ഷയിച്ചുപോയ ഭാര്യ-ഭർതൃ ബന്ധത്തിന് മാത്രമേ ഞാൻ അവസാനം കുറിച്ചിട്ടുള്ളൂ. അച്ഛനും മക്കളും തമ്മിലുള്ള രക്തബന്ധത്തിന് ഞാൻ ഒരിക്കലും വിലങ്ങുതടിയായിട്ടില്ല. പിന്നെ അച്ഛനെ റോൾ മോഡൽ ആക്കിയിരുന്ന മകൻ എന്തുകൊണ്ട് ഇങ്ങനെയായി എന്നത് നിങ്ങൾ തന്നെ ആലോചിച്ചു നോക്കണം. പറഞ്ഞിട്ട് പാത്രവുമായി പുറത്തേക്ക് പോകുന്നവളെ നോക്കിയിരിക്കുമ്പോൾ ഹൃദയത്തെ ഒന്നാകെ ഞെരിച്ചുടയ്ക്കുന്നൊരു വേദന നെഞ്ചിൽ കൂടുകൂട്ടുന്നത് പോലെ തോന്നിയ മഹാദേവൻ കണ്ണുകൾ ഇറുക്കെ അടച്ചുകൊണ്ട് പിന്നിലേക്ക് ചാരിയിരുന്നു.